ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ സീസൺ 4ലെ 4ാമത്തെ എപ്പിസോഡാണ്. സോ നിങ്ങൾ ഇതിനു മുൻപുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐക്കാർഡിലും ലിങ്ക് കൊടുക്കാം. പെട്ടെന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് നമ്മൾ മെൻഷൻ ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തത് കൃഷ്ണാഞ്ജന എഡിറ്റ്സ്, രണ്ടാമത്തത് സൂര്യകൃഷ്ണ, മൂന്നാമത്തത് MRZ ആസിഫ്, നാലാമത്തത് നോബിൾ മാർട്ടിൻ, അഞ്ചാമത്തത് ഗോട്ട് എക്സ് ഫുട്ബോൾ, ആറാമത്തത് അനിമേ രോമാഞ്ചം. ഇതിലെ ഒന്നാമത്തെ ആളായിട്ടുള്ള കൃഷ്ണാഞ്ജന എഡിറ്റ്സ് നമ്മുടെ ചാനലിലെ ഒരു ടോപ്പ് കമന്റർ ആണ്. അതായത് നമ്മുടെ ചാനലിനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ ഇവർ 6 പേർക്കും ഒരു ബിഗ് താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നമ്മുടെ ചാനലിലുള്ള ബാക്കിയുള്ളവരും വിഷമിക്കേണ്ട, അവർക്കും ഇനിയും അവസരമുണ്ട്. ഈ വീഡിയോയുടെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ തെരഞ്ഞെടുത്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിനിങ് ചെയ്യിക്കുന്ന മുയിച്ചിരോയെയാണ് കാണിക്കുന്നത്. ഇപ്പൊ മുയിച്ചിരോയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും നിലത്ത് നിന്ന് എണീറ്റ് മുയിച്ചിരോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവരെ എല്ലാവരെയും മുയിച്ചിരോ ഓരോന്നോരോന്നായി അടിച്ച് അവരുടെ കയ്യിലുള്ള കത്തി താഴേക്കിടുന്നു. എന്നിട്ട് മുയിച്ചിരോ പറയും, ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ മരിച്ചു പോയാലും നിങ്ങൾ നിൽക്കരുത്. ഇനി നിങ്ങൾ അങ്ങനെ നിന്നാൽ അവരുടെ കൂടെ നിങ്ങളും മരിക്കേണ്ടി വരും എന്നിങ്ങനെയൊക്കെ മുയിച്ചിരോ പറയുന്നത് കേട്ട് പുറത്ത് നിൽക്കുന്ന ടാഞ്ചിരോ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നു. ശേഷം ടാഞ്ചിരോയെ കാണുന്ന മുയിച്ചിരോ, ടാഞ്ചിരോ നിനക്ക് വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. അത് കേൾക്കുന്ന ടാഞ്ചിരോയ്ക്ക് സന്തോഷമാകുന്നു. ഇതേ സമയം പുറത്തിറങ്ങുന്ന ഡീമൺ സ്ലേയേഴ്സിനോട് മുയിച്ചിരോയുടെ കാക്ക പറയും, നീയൊക്കെ വേറെ ഉപയോഗമില്ലാത്തവന്മാരാണ്, എനിക്ക് ഉറപ്പാ നിന്നെയൊക്കെ ഡീമൺസ് നിന്ന് നിങ്ങളൊക്കെ മരിച്ചു പോകും. ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനോട് കാക്ക വീണ്ടും പറയും, എന്തിനാടാ കീടങ്ങളെ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇനി എന്നെ നോക്കിയാ നിങ്ങളുടെ കണ്ണ് ഞാൻ കുത്തി പുറത്തിടും. അത് കാണുന്ന ടാഞ്ചിരോ, മുയിച്ചിരോയുടെ കാക്ക എപ്പോഴും ഇതുപോലെയാണ് എന്ന് പറയുന്നു. ഇപ്പൊ ടാഞ്ചിരോയുടെ അടുത്തേക്ക് മുയിച്ചിരോ വരുന്നു. ഓ മിസ്റ്റർ ടൊക്കിറ്റോ, നിങ്ങളെ ഒരുപാട് ദിവസത്തിന് ശേഷം കണ്ടതിൽ സന്തോഷം. അതുപോലെ ഞാൻ നിങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാനാണ് നിൽക്കുന്നത്. എനിക്കും അതുപോലെ തന്നെയാണ് ടാഞ്ചിരോ. ആദ്യം നീ എന്റെ കൂടെ ഒന്ന് വാ. എന്നിട്ട് മുയിച്ചിരോ ടാഞ്ചിരോയെ ഒരു ഷെഡിലേക്ക് കൊണ്ടുപോകുന്നു. ആ ഷെഡിന്റെ അകത്ത് മിസ്റ്റർ കാനാമോരി ഉണ്ട്. ഇപ്പൊ ടാഞ്ചിരോയെ കാണുന്ന കാനാമോരി പറയും, ടാഞ്ചിരോ ഇത് നീയാണോ? നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ നീ ഇപ്പൊ ഒരുപാട് റിക്കവർ ആയിട്ടുണ്ട്. അതിന് ടാഞ്ചിരോ, ഓ മിസ്റ്റർ കാനാമോരി നന്ദിയുണ്ട്, പക്ഷേ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നേ? അദ്ദേഹത്തെ ഞാനാണ് വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞ് മുയിച്ചിരോ ടാഞ്ചിരോയ്ക്ക് ഒരു കത്തി കൊടുക്കുന്നു. ടാഞ്ചിരോ നീ പുറകിലേക്ക് കുറച്ച് നീങ്ങി നിന്നിട്ട് കത്തി മുൻപിലേക്ക് നീട്ടിപ്പിടിക്ക്. മുയിച്ചിരോ പറയുന്നത് കേട്ട് ടാഞ്ചിരോ നിൽക്കുമ്പോൾ മുയിച്ചിരോ ഒരു പേപ്പർ പ്ലെയിൻ എടുത്ത് ടാഞ്ചിരോയ്ക്ക് നേരെ അയക്കുന്നു. അത് പറഞ്ഞു ചെന്ന് ആ ബ്ലേഡിൽ തട്ടി 2 പീസായിട്ട് മാറി. അത് കാണുന്ന ടാഞ്ചിരോ അത്ഭുതത്തോടെ, ഇതിന് നല്ല മൂർച്ചയുണ്ടല്ലോ എന്ന് പറയുന്നു. ഇതിനു വേണ്ടിയാണ് ഇദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങൾക്ക് വേണ്ടി എന്റെ സോഡ് നല്ല മൂർച്ചയോടെ അതിന്റെ ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനിൽ തന്നെ ഉണ്ടാവണം. അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ ഈ കാര്യം മാസ്റ്ററോട് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത് അത് ചെയ്യാൻ വേണ്ടി മാസ്റ്റർ പറഞ്ഞു. അതുപോലെ സോഡുകൾ മൂർച്ച കൂട്ടാൻ വേണ്ടി അദ്ദേഹം എനിക്ക് ഈ സ്ഥലവും തന്നു. അദ്ദേഹം എപ്പോഴും തന്റെ ഹെൽത്ത് പോലും നോക്കാതെ നമ്മുടെ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതിനുശേഷം വൈകുന്നേരം ട്രെയിനിങ് വീണ്ടും ആരംഭിച്ചു. അപ്പം മുയിച്ചിരോ ഒരു ഡീമൺ സ്ലെയറിനെ അടിച്ച് അവന്റെ കയ്യിൽ നിന്ന് മരത്തിന്റെ കത്തി താഴെ കിട്ടു. എന്നിട്ട് മുയിച്ചിരോ പറയും, നിന്റെ കത്തി നിലത്ത് നിന്ന് എടുക്ക്. അങ്ങനെ അവൻ കത്തി എടുത്ത് മുയിച്ചിരോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. പക്ഷെ മുയിച്ചിരോ അവനെ അടിച്ച് വീണ്ടും താഴെ കിട്ടു. നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ എതിരാളികളുടെ ഇമോഷൻസ് മനസ്സിലാക്കി നിനക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്ന്? ഇനി നീ അങ്ങനെ വിചാരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇതും വെച്ചോണ്ട് ഡീമൺസുമായിട്ടുള്ള ഫൈറ്റിൽ നിനക്ക് അവർക്കെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും നീ 9 തവണ വിജയിച്ച് ഒരു തവണ നീ തോറ്റുപോയാൽ ആ ഒരു തോൽവിയുടെ വില നിന്റെ മരണമാണ്. അതുകൊണ്ട് നീ ജീവിച്ചിരിക്കണമെങ്കിൽ നീ ചെയ്യുന്ന ഓരോ മൂമെന്റ്സും നല്ലതുപോലെ പഠിക്കണം. എന്നാ ശരി, ഇന്നത്തെ ട്രെയിനിങ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മുയിച്ചിരോ അവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ നിലത്തിരിക്കുന്ന ഡീമൺ സ്ലെയറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഡീമൺ സ്ലെയർ അവന്റെ അടുത്തേക്ക് വന്നു. ഇതേ സമയത്ത് ഒരു ഡീമൺ സ്ലെയർ ടാഞ്ചിരോയോട് ചോദിക്കും, ടാഞ്ചിരോ നീ മിസ്റ്റർ മുയിച്ചിരോയോട് അദ്ദേഹം ചെയ്യുന്ന ട്രെയിനിങ് കുറച്ച് പതുക്കെ ചെയ്യാൻ വേണ്ടി പറയുമോ? അപ്പൊ മറ്റൊരു ഡീമൺ സ്ലെയർ, ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഡീമൺസിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നതിന് മുന്നേ തകർന്നു പോകും. ഇവരോട് ടാഞ്ചിരോ പറയും, നമ്മളെക്കാൾ ബുദ്ധിമുട്ട് ഇപ്പോൾ മിസ്റ്റർ മുയിച്ചിരോയ്ക്കാണ്. കാരണം അദ്ദേഹം ഒറ്റയ്ക്കാണ് നമ്മളെ ഇത്രയും പേരെ ട്രെയിനിങ് ചെയ്യുന്നത്. അത് കേട്ട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സും ടാഞ്ചിരോ പറഞ്ഞതിന് സമ്മതിക്കുന്നു. അതിനുശേഷം ടാഞ്ചിരോയും കുറച്ച് ഡീമൺ സ്ലേയേഴ്സും ശരീരം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ളൊരു ഡീമൺ സ്ലെയർ ടാഞ്ചിരോയോട് പറയും, മിസ്റ്റർ മുയിച്ചിരോ സംസാരിക്കുന്ന രീതി മാറ്റാൻ എന്താ നമ്മൾ ചെയ്യുക? അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും കുത്തി ഇറങ്ങുന്നത് പോലെയാണ്. അതിന് ടാഞ്ചിരോ പറയും, എനിക്ക് തോന്നുന്നത് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്ന രീതി ആദ്യത്തെക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് കേട്ട് ആ ഡീമൺ സ്ലേയേഴ്സ് ടാഞ്ചിരോയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നു. ഇപ്പോ ഇങ്ങനെ ഇവര് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുയിച്ചിരോ
എങ്ങോട്ടോ ഇറങ്ങി പോകുന്നത് ടാൻജിറോ കണ്ടു. അദ്ദേഹം എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ടാൻജിറോ മറ്റുള്ള ഡീമൺ സ്ലേയേഴ്സിനോട് ചോദിക്കുമ്പോൾ അവര് പറയും അദ്ദേഹം എപ്പോഴും ഈ ഒരു സമയമാവുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോവാറുണ്ട്. ചിലപ്പോ അദ്ദേഹം ഭക്ഷണം തിന്നാൻ വേണ്ടി പോകുന്നതാവും. അതിനുശേഷം രാത്രിയാവുന്നു. ആ സമയത്ത് നാക്യുമയുടെ ഒരുപാട് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാൻ കഴിയാത്തത്ര കണ്ണുകൾ. ഈ കണ്ണുകൾ മുഴുവൻ ഡീമൺ സ്ലേയേഴ്സിനെ പിന്തുടർന്നാണ് പോകുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതുപോലെ ഇപ്പോൾ ഈ കണ്ണുകൾ വഴി നാക്യുമെ ഇൻഫിനിറ്റി കാസിൽ ഇരുന്നുകൊണ്ട് പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്. അതുപോലെ ഒരു കണ്ണിൽ മുയിച്ചിരോ എങ്ങോട്ടാണ് പോകുന്നതെന്നും കാണുന്നുണ്ട്. ഇപ്പൊ മുയിച്ചിരോ ഓടി ഒരു സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ സനമിയും ഒബനായും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫൈറ്റ് അവർക്കിടയിലുള്ള ഒരു ട്രെയിനിങ് ആണ്. അങ്ങനെ രണ്ടുപേരും അവരുടെ ബ്രീത്തിങ് സ്റ്റൈൽ യൂസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പൊ അവിടേക്ക് ഞാനും നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മുയിച്ചിരോ വരുന്നു. അവനെ കാണുന്ന സനമി, ടോക്കിറ്റോ നിന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബാക്കിയുള്ള മെമ്പേഴ്സിന് ഈ ട്രെയിനിങ് നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് ഈ ട്രെയിനിങ് അത്ര നല്ലതല്ല. ടോക്കിറ്റോ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാവും. എന്റെ കാര്യങ്ങളും ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ്. നമ്മൾ ഹാഷിരമാർക്ക് ശരിക്കുമുള്ള ഹാഷിര ട്രെയിനിങ് ഇതാണ്. ഇപ്പൊ മുയിച്ചിരോ പറയും, എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം എന്താ ട്രെയിനിങ് ചെയ്യുന്നത്? അതിന് ഒബനായി പറയും, എന്നാ പിന്നെ നീ വന്ന സ്ഥിതിക്ക് ഞാനും ഷിനസുഗാവിയും ചേർന്ന് നിന്നെ അങ്ങ് എടുക്കാം. എന്താ തുടങ്ങിയാലോ? ഓ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയില്ല, പക്ഷേ ഏതൊരു സമയത്തും ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞ മുയിച്ചിരോ ഒബനായി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടിയെടുക്കുന്നു. തിരിച്ച് ഒബനായും മുയിച്ചിരോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മിസ്റ്റ് ബ്രീത്തിങ് യൂസ് ചെയ്ത് മുയിച്ചിരോ ഒബനായിയുടെ അറ്റാക്കിൽ നിന്ന് മാറി കറങ്ങി ചെന്ന് സനമിയെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ സനമി അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നെ അങ്ങോട്ട് ഇവർ 3 പേരും ചേർന്ന് അതിഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. കണ്ണുകൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത രീതിയിലാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് സനമി പറയും, ഇന്നത്തെ ട്രെയിനിങ് നല്ലതുപോലെ ഏറ്റിട്ടുണ്ട്. ഞാനൊരല്പം മാറിയിരുന്നെങ്കിൽ, ഒരു ചെറിയ അശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയൊരു അപകടത്തിന് കാരണമായേനെ. ഇപ്പൊ ഒബനായി പറയും, ഇത് ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ പിന്നെ ഈ ട്രെയിനിങ്ങിന്റെ ആവശ്യം എന്താ? അതിന് സനമി പറയും, രാവിലത്തെ സമയം മുഴുവൻ നമ്മൾ മെമ്പേഴ്സിനെ ട്രെയിനിങ് ചെയ്യും, രാത്രിയായാൽ നിങ്ങളുടെ കൂടെയും. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഒബനായി മുയിച്ചിരോട് ചോദിക്കും, ടോക്കിറ്റോ നിന്റെ ഇന്നത്തെ ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? ഇന്ന് എന്റെ അടുത്തേക്ക് ടാൻജിറോ വന്നിരുന്നു. അതിന് സനമി, അവനോ? അവൻ നിന്റെ അടുത്താണോ ഉള്ളത്? അവന്റെ മുറിവെല്ലാം ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ചിലപ്പോ ഒബനായിയുടെ അടുത്ത് എത്തുമ്പോൾ അവന്റെ മുറിവ് മുഴുവൻ റിക്കവർ ആയിട്ടുണ്ടാവും. അതിന് ഒബനായി പറയും, അങ്ങനെയാണെങ്കിൽ എന്റെ മുഴുവൻ ശക്തിയെടുത്ത് അവനെ ഞാൻ ട്രെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ സനമി പറയും, അവനിനി ഇത്രയും കാലമെടുത്ത് കുറച്ച് ശക്തി കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഹാഷിരയുടെ പവറിന്റെ ലെവൽ എന്താണെന്ന് അവന് ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് മുയിച്ചിരോ പറയും, അതെന്തായാലും രസമായിരിക്കും. ടാൻജിറോ നല്ലതുപോലെ ട്രെയിനിങ് ചെയ്യണേ എന്ന് മുയിച്ചിരോ പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. മുയിച്ചിരോ അവരുടെ ട്രെയിനിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. മുയിച്ചിരോ ഓരോരോ ഡീമൺ സ്ലേയേഴ്സിനെയായി അടിച്ചടിച്ച് താഴേക്ക് വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർക്ക് മുയിച്ചിരോയുടെ അറ്റാക്ക് ഒന്ന് തടുക്കാൻ പോയിട്ട് രക്ഷപ്പെടാൻ പോലും കഴിയുന്നില്ല. ഈ മരത്തിന്റെ വാള് വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കധികം ടെൻഷൻ ഉണ്ടാക്കുന്നതല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു ഒറിജിനൽ സോഡ് എടുത്തിട്ട് വാ. അങ്ങനെ മുയിച്ചിരോയും മറ്റൊരു ഡീമൺ സ്ലേയറും ഒറിജിനൽ സോഡ് വെച്ച് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. എന്നിട്ട് മുയിച്ചിരോ ആ ഡീമൺ സ്ലേയറിനോട് ആദ്യം അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. പക്ഷെ അവൻ ചെയ്യില്ല എന്ന് പറയും. എന്നാലും മുയിച്ചിരോ അവൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇപ്പോൾ ഡീമൺ സ്ലേയർ പേടിച്ച് അവന്റെ കൈയും കാലും വരെ വിറയ്ക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കുന്ന ടാൻജിറോ മുയിച്ചിരോയോട് അത് വേണ്ട എന്ന് പറയുമ്പോഴേക്കും മുയിച്ചിരോയുടെ മുന്നിൽ നിൽക്കുന്ന ഡീമൺ സ്ലേയർ അവന്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കിത് കഴിയില്ല എന്ന് പറഞ്ഞ് കരയുന്നു. ഇപ്പൊ അവനോട് മുയിച്ചിരോ പറയും, നീ ഇപ്പൊ തെറ്റായ രീതിയിൽ പോലും അറ്റാക്ക് ചെയ്തില്ലല്ലോ, അതൊരു വലിയ മുന്നേറ്റമാണ്. എനിക്ക് മനസ്സിലായി, നിങ്ങളെ വെച്ച് നോക്കുമ്പോൾ യുദ്ധകാലത്തിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ച് ഒരു വലിയ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ നിങ്ങൾ എല്ലാ രാത്രിയും ഒരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യം എനിക്കറിയാം. പിന്നീട് നിങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ്സിന്റെ പുറകിൽ സ്വന്തം ദേഹത്ത് പറ്റിയ ചതവ് മറച്ചു വയ്ക്കുന്ന കാര്യം എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ദേഹത്ത് പറ്റിയ മുറിവെല്ലാം നിങ്ങൾ തണുപ്പിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും എന്നിങ്ങനെ ആ ഡീമൺ സ്ലേയർ പറയുമ്പോൾ മുയിച്ചിരോ പറയും, നീ നിന്റെ രീതിക്ക് നല്ലതുപോലെ ചെയ്യുന്നുണ്ട്, എന്നാൽ നീ ജയിക്കണമെങ്കിൽ ഇതുകൊണ്ടൊന്നും കഴിയില്ല. നിങ്ങൾ ഒരിക്കലും ഒരു ഡീമന്റെ കൈകൊണ്ട് മരിക്കരുത്. എനിക്ക് വേണ്ടത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും കാലം നിങ്ങൾ നല്ലതുപോലെ ജീവിക്കണമെന്നാണ്. ഇങ്ങനെ മുയിച്ചിരോ പറയുന്നത് കേൾക്കുന്ന ടാൻജിറോയ്ക്കും ഒരുപാട് സന്തോഷമായി. പിന്നീട് ഒരുപാട് രാത്രിയും പകലും കടന്നു പോകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ടാൻജിറോയും മുയിച്ചിരോയും ഒരുമിച്ച് ട്രെയിനിങ് ചെയ്യുന്നതാണ്. ഇപ്പൊ മുയിച്ചിരോ ടാൻജിറോട് പറയും, ടാൻജിറോ നീ നന്നായി ചെയ്യുന്നുണ്ട്, ആദ്യത്തെക്കാൾ നിനക്ക് ഒരുപാട് സ്പീഡ് കൂടിയിട്ടുണ്ട്. നിന്റെ മസിൽസ് സ്മൂത്ത് ആവാൻ വേണ്ടി നീ നല്ലതുപോലെ റിലാക്സ് ആവണം, അതുപോലെ ടെൻഷൻ അടിക്കാൻ പാടില്ല. അങ്ങനെ രണ്ടുപേരും നല്ലതുപോലെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ടാൻജിറോ മുയിച്ചിരോയെ നല്ലതുപോലെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓരോ അറ്റാക്കും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ടാൻജിറോ ചെയ്യുന്നത്. അപ്പം മുയിച്ചിരോ ടാൻജിറോട് പറയും, ടാൻജിറോ നീ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോയാൽ നിന്റെ സ്റ്റാമിന ഒരുപാട് സമയം നിലനിൽക്കും. ശേഷം മുയിച്ചിരോ ടാൻജിറോയെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ മുയിച്ചിരോയുടെ അറ്റാക്കിൽ നിന്ന് മാറി അവൻ മുയിച്ചിരോയ്ക്കെതിരെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു. ആ അറ്റാക്ക് കിട്ടുന്ന മുയിച്ചിരോയ്ക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ടാൻജിറോയോട് പറയും, നിന്റെ കാലിന്റെ മൂവ്മെന്റും നിന്റെ ഹിപ്പിന്റെ ഫ്ലോയും നല്ലതുപോലെ മെച്ചപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ അടുത്ത ഹാഷിരയുടെ അടുത്തേക്ക് പോയിക്കോ. അത് കേൾക്കുന്ന ടാൻജിറോ അത്ഭുതത്തോടെ ചോദിക്കും, എന്ത്, ഞാൻ ഇവിടെ വന്നിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ? അതിന് മുയിച്ചിരോ, കാരണം ഞാൻ പറഞ്ഞതുപോലെ നീ എല്ലാ
ട്രെയിനിങ്ങും വളരെ നന്നായിട്ട് ചെയ്തു. അത് കേട്ട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സും മുയിച്ചിരോട് ചോദിക്കും, എങ്കിൽ ഞങ്ങളും കൂടെ അടുത്ത ഹാഷിരയുടെ അടുത്തേക്ക് പോയിക്കോട്ടെ, കാരണം ഞങ്ങളിവിടെ വന്നിട്ട് 2 ആഴ്ചയായി. അത് കേട്ട് പെട്ടെന്ന് മുയിച്ചിരോയുടെ മുഖം അങ്ങ് മാറി. നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞു തന്നൊന്നും നിങ്ങൾ ഇതുവരെ മര്യാദയ്ക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വാള് വീശുന്ന ട്രെയിനിങ്ങിന് ശേഷം ഡമ്മി പൊട്ടിക്കുന്ന ട്രെയിനിങ് പോയി ചെയ്യേ. അത് കേൾക്കുന്ന എല്ലാ ഡീമൺ സ്ലേയേഴ്സും സങ്കടത്തിലാവുന്നു. ഇപ്പൊ ടാൻജിറോ മുയിച്ചിരോയെ വിളിച്ചിട്ട് പറയും, ടോക്കിറ്റോ നമുക്ക് പേപ്പർ പ്ലെയിൻ പറത്തുന്ന ഒരു കോമ്പറ്റീഷൻ വെച്ചാലോ? അത് കേൾക്കുന്ന മുയിച്ചിരോ, എന്താ നീ ഇപ്പൊ പെട്ടെന്നത് പറയാൻ കാരണം? ഞാൻ കേട്ടത് നിങ്ങൾക്ക് പേപ്പർ പ്ലെയിൻ ഒരുപാട് ഇഷ്ടമാണെന്നാണ്. ഈ ഒരു കാര്യം കാനാമോരിയാണ് ടാൻജിറോയ്ക്ക് പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ടാൻജിറോ പറയും, ഈ ഒരു മത്സരത്തിൽ ഞാൻ ജയിച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള മെമ്പേഴ്സിനോട് നല്ലതുപോലെ പെരുമാറണം. അതെങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? എന്ന് ടാൻജിറോ ചോദിക്കുമ്പോൾ മുയിച്ചിരോ ചിരിച്ചുകൊണ്ട് അതിന് സമ്മതിക്കുന്നു. ഇപ്പോൾ ടാൻജിറോ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ബാക്കിയുള്ള ഡീമൺ സ്ലേയേഴ്സിനും ഒരുപാട് സന്തോഷമാവുന്നു. അതിനുശേഷം എല്ലാവരും പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ടാൻജിറോ പറയും, ഒരൊറ്റ പ്രാവശ്യം ഞാൻ ജയിച്ചാൽ പിന്നെ ഈ കളി അവസാനിക്കുമെന്നോ? അതിന് മുയിച്ചിരോ, അതേ ടാൻജിറോ, അത് ശരിയാണ്. എന്നാൽ നീ പേടിക്കണ്ട, നീ ഈ കളിയിൽ ജയിക്കാൻ പോകുന്നില്ല. ശേഷം ടാൻജിറോയും മുയിച്ചിരോയും തമ്മിലുള്ള മത്സരം ആരംഭിച്ചു. എല്ലാ ഡീമൺ സ്ലേയേഴ്സും ടാൻജിറോയെ പ്രോത്സാഹിപ്പിച്ചു. പക്ഷെ അവർ നടത്തിയ 10 റൗണ്ടിലും ടാൻജിറോ തോറ്റു. അതുകൊണ്ട് ടാൻജിറോയ്ക്ക് ഒരുപാട് സങ്കടമായി. എന്നാൽ ബാക്കിയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും മുയിച്ചിരോയെ ഒരു പേപ്പർ പ്ലെയിൻ ചലഞ്ചിന് വിളിക്കുന്നു. ഈ ഒരു ചലഞ്ചിന് മുയിച്ചിരോയും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് തങ്ങളുടെ പേപ്പർ പ്ലെയിൻ ഒരേ സമയത്ത് ആകാശത്തേക്ക് പറത്തിവിടുന്നു. അതൊരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അത് കണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കും. അത്ഭുതത്തിലുപരി അവർക്ക് എല്ലാവർക്കും ഇത്രയും ദിവസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇതൊരു സന്തോഷമാണ്. ഇപ്പൊ മുയിച്ചിരോയ്ക്കും ഇത് കണ്ട് ഒരുപാട് സന്തോഷമാവുന്നു. ഇതിനുശേഷം കാണിക്കുന്നത് ടാൻജിറോയും മുയിച്ചിരോയും ഇരുന്ന് സംസാരിക്കുന്നതാണ്. ശരിയാണ്, മൂസൻ കിബിറ്റ്സുജി നെസുകോയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം അവൾക്കിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കാൻ കഴിയും. അതിന്റെ കൂടെ തന്നെ ഇപ്പൊ എല്ലാ ഡീമൺസിനെയും കാണാതായി എന്ന് ടാൻജിറോ പറയുമ്പോൾ മുയിച്ചിരോ പറയും, അതൊരു നല്ല കാര്യമാണ്. കാരണം ഡീമൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഹാഷിര ട്രെയിനിങ്ങിലേക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് ടാൻജിറോ പറയും, നെസുകോയെ വിട്ട് പിരിയേണ്ടി വന്നതിൽ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പക്ഷേ എന്റെ മിഷനിലേക്ക് അവളെ ഞാൻ കൊണ്ടുവന്നാൽ ശത്രുക്കളുടെ കയ്യിലേക്ക് അവളെ നേരിട്ട് ഇട്ട് കൊടുക്കുന്നത് പോലെയാവും. അതിൽ മറ്റൊരു സാധ്യത കൂടെയുണ്ട്. മൂസാൻ കിബിറ്റ്സുജി അവന്റെ ഡീമൺസിനെ എല്ലാം ഒന്നിച്ചു ചേർത്ത് നെസുകോയെ പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് മുയിച്ചിരോ പറയുമ്പോൾ ടാൻജിറോ പറയും, അതും ശരിയാണ്. എന്നാൽ ഞാൻ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് ഇപ്പോഴുള്ളതിനേക്കാൾ ഒരുപാട് സ്ട്രോങ് ആവും. അങ്ങനെ ഞാൻ നെസുകോയെ രക്ഷിക്കും. അത് കേട്ട് മുയിച്ചിരോ, നീ എപ്പോഴും വളരെ പോസിറ്റീവ് ആണല്ലോ. അതിന് ടാൻജിറോ പറയും, കാരണം നെസുകോ ഇപ്പോൾ ഉള്ളത് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരാളുടെ കയ്യിലാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ മാസ്റ്റർ ഉറോക്കൊടാക്കിയാണ്. ഇപ്പോൾ മുയിച്ചിരോ പറയും, ടാൻജിറോ നമ്മളെല്ലാവരും ചേർന്ന് മൂസൻ കിബുറ്റ്സുജിയെ തോൽപ്പിക്കണം. അത് കേൾക്കുന്ന ടാൻജിറോ അതേ എന്ന് പറയുന്നു. അതിനുശേഷമാണ് ടാൻജിറോ മിറ്റ്സൂരിയുടെ അടുത്തേക്ക് ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്. അങ്ങനെ ടാൻജിറോയെ കാണുന്ന മിറ്റ്സൂരിക്ക് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ടാൻജിറോ മിറ്റ്സൂരിയോട് ചോദിക്കും, മിസ് മിറ്റ്സൂരി, നിങ്ങൾ ഇവിടെ തേനീച്ചയെ വളർത്തുന്നുണ്ടോ? നല്ല തേനിന്റെ മണം വരുന്നുണ്ടല്ലോ. അതിന് മിറ്റ്സൂരി, ഓ ടാൻജിറോ, നീ അത് കണ്ടുപിടിച്ചല്ലേ? ബ്രെഡും തേനും നല്ല ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ തേനീച്ചയെ വളർത്തുന്നത്. ഇനി ആദ്യം നീ അകത്തേക്ക് വാ, ഞാൻ നിനക്ക് കുറച്ച് ചായയും പാൻ കേക്കും തരാം. ഇത് കേൾക്കുന്ന ടാൻജിറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. മിസ് മിറ്റ്സൂരി എന്ത് തേങ്ങ ഈ പറയുന്നേ എന്ന രീതിയിലാണ് ടാൻജിറോ. ഇപ്പൊ മിറ്റ്സൂരി ടാൻജിറോയ്ക്ക് ചായ കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് വിളിച്ചുകൊണ്ടുവന്ന ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇതാണ്, എന്തിനാണ് മിസ്റ്റർ കാനാമോരിയെ മുയിച്ചിരോ അവന്റെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്? അതെന്തിനാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ നിന്നും 6 പേരെ സെലക്ട് ചെയ്ത് അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും മാക്സിമം ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.